ഹായ്, എൻ്റെ പേര് ഷീജ റാണി. ഞാൻ ട്രിവാൻഡ്രം ജില്ലാ സ്വദേശിയാണ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തെങ്ങും പൂക്കുല ഇഞ്ചി പായസമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. തെങ്ങും പൂക്കുല വെള്ളത്തിൽ വേവിച്ച് എടുത്തതാണ്. ശർക്കര പാവ് 1.5 ഗ്ലാസ്, പൊട്ടോറ്റോ പുഴുങ്ങിയത് അത് 1 കപ്പ്, കാഷ്യൂനട്ട്, ഇഞ്ചി 2 കഷ്ണം സ്ലൈസ് ചെയ്തത്, തേങ്ങയുടെ പാല്, നെയ്യ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തെങ്ങും പൂക്കുല പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ഇൻഡക്ഷൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടോറ്റോ മാഷ് ചെയ്തത് ചേർക്കാം. പൊട്ടോറ്റോ നന്നായിട്ട് നെയ്യുമായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തേക്ക് നമുക്ക് വേവിച്ച തെങ്ങും പൂക്കുല ചേർക്കാം. ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് പാകമായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാവ് നല്ല കുറുകി പാകമായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയുടെ പാല് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തെങ്ങും പൂക്കുല സ്പെഷ്യൽ പായസമായ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചിയും കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിടാം. നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാനായിട്ടും നട്ട്സ് ഒന്ന് വറുത്തെടുക്കാനായിട്ടും 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇഞ്ചി ഒന്ന് വറുത്തിടാം. എന്തായി? ഏകദേശം ആവാറായിട്ട്. തെങ്ങിൻ പൂക്കുല ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ടോ? ഇഞ്ചി എങ്ങനെ പിഴിഞ്ഞു വെച്ചോ? ഇഞ്ചി വന്നിട്ട് ചതച്ച് നല്ല ലിക്വിഡിൻ്റെ പരിവാകുമ്പോൾ അത് നെയ്യിലൊന്ന് സോൾട്ട് ചെയ്ത് ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കും. എന്നിട്ട് ആ കൊത്തിനെ കളഞ്ഞിട്ട് ആ ഇഞ്ചി സത്ത് ഇതിലേക്ക് അത് ആയല്ലോ, ആയിട്ടുണ്ട്. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. നടക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.